ഹായ്, വെൽക്കം ടു സഹജാരി ന്യൂസ്. സഹജാരി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, സുഖമാണല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു പ്രദേശം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ബാക്കിൽ ഒരു വലിയ പൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഉണ്ട്. അതായത് നമ്മുടെ വീട്ടിലെ വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയതാണ്. വെള്ളം നമുക്ക് ഓൾറെഡി കോയിൽ വെള്ളമാണ് വരുന്നത്. അപ്പോൾ ആ കോയിൽ വെള്ളം വരുന്നത് ഫിൽട്ടർ ചെയ്തിട്ട് നല്ല ശുദ്ധമായ വെള്ളമാക്കി, നല്ല കളറുള്ള വെള്ളമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലും ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അതിനു വേണ്ടി മാത്രമാണ്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ കാണുക, എന്തൊക്കെ ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് വളരെ സിമ്പിളാണ്. കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിൽറ്ററാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ്. കണ്ടില്ലേ? 5 വാൾവ് വേണം നമ്മളെ. പിന്നെ അതുപോലെ 2 എൻഡ് ക്യാപ്പ്, 6 ഇഞ്ച് പൈപ്പിൻ്റെ 2 എൻഡ് ക്യാപ്പ് വേണം. പിന്നെ അതിലേക്ക് ആവശ്യമായ പശ, പിന്നെ അതുപോലെ തന്നെ ഇത് പിന്നെ ഒരു 4 ടീ വേണം, 2 എൽബോ വേണം. ഇതൊക്കെ പിന്നെ വ്യത്യാസം വരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓരോരോ വീട്ടിൽ എങ്ങനെയാണ് പൈപ്പ് വരെ അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. പിന്നെ നമ്മൾ ഈ വക സാധനങ്ങളൊക്കെ വേണം. ഇതിപ്പോൾ 2 പിന്നെ ടാങ്ക് കണക്ടറാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അതുപോലെ പൈപ്പ് 6 ഇഞ്ച് പൈപ്പ്, ഇതാണ് മെയിനായിട്ട് വേണ്ടത്. 6 ഇഞ്ച് പൈപ്പും 2 എൻഡ് ക്യാപ്പ്, പിന്നെ വാൾവുകൾ 5 വാൾവ്. അതൊക്കെ ഏതാണ് പൈപ്പ് വരുന്നത് വെച്ചാൽ അനുസരിച്ച് നിങ്ങളുടെ ടാങ്കിൻ്റെ പൈപ്പ് എങ്ങനെ വരിക അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും സാധനങ്ങൾ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന സാധനം ഈ 6 ഇഞ്ച് പൈപ്പിലേക്ക് വരുന്ന 2 എൻഡ് ക്യാപ്പും അതിന് വരുന്ന ഈ പിന്നെ ടാങ്ക് കണക്ടറുമാണ്. ടാങ്ക് കണക്ടർ ഏതാണോ നിങ്ങളുടെ പൈപ്പ്, ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പിനനുസരിച്ച് ഇത് കൊടുക്കും. ഇതിപ്പോൾ ഇവിടെ ഉള്ളത് 1.25 ഇഞ്ച് ടാങ്ക് കണക്ടറാണ് ഉള്ളത്. പിന്നെ നമ്മളിത് ചുമരുമ്പോൾ കൊടുക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് ക്ലാമ്പ് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ വേറെ രീതിയിൽ നമുക്ക് ചുമരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റോൾ പ്ലഗും സ്ക്രൂ ഉണ്ട്. പിന്നെ പശ ഇത് അത്ര ആവശ്യത്തിന് വാങ്ങുക, നല്ല പശ തന്നെ ആയിക്കോട്ടെ. അതാണിപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ്. പിന്നെ 2 ബ്ലേഡ്, 2-3 ബ്ലേഡ് വെക്കുക. 2-3 ബ്ലേഡ് ഉണ്ടായാൽ നമുക്ക് ഇതിനാവശ്യം വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ അത്യാവശ്യമുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഹോൾസ് ചെയ്യാനുള്ള ഹോൾ സോക്കറ്റർ വേണം. അതുപോലെ പിന്നെ മറ്റുള്ള ഇതിലേക്കുള്ള മെറ്റീരിയൽസ് കൂടെ വേണം. അത് ഉടനെ കാണിക്കാം. അതുപോലെ നമ്മൾ ഹോളടിക്കുക. ഹോളടിച്ച ശേഷം പിന്നെ നമ്മളതിൻ്റെ കണക്ടറുണ്ട്, അത് കണക്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടത്. ടാങ്ക് കണക്ടർ കൊണ്ടിട്ട് ആ ടാങ്ക് കണക്ടർ ഫിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ കൊതുവല ആവശ്യമുള്ളതാണ്. ഇത് നമുക്ക് നമ്മുടെ വസ്തുക്കളൊക്കെ പൊതിയാൻ ആവശ്യമുള്ള കൊതുവലയാണ്. പിന്നെ ഈ കണക്ടർ ഉണ്ടല്ലോ, ഈ ടാങ്ക് കണക്ടർ നമ്മളതിനെ ഫിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ടാങ്ക് കണക്ടർ ഫിറ്റ് ചെയ്ത ശേഷം ഈ റഫ്ലാൻ ടാപ്പ് നമ്മളതിൽ ചുറ്റണം. അത് ചുറ്റി വെച്ചിട്ടുണ്ട്, അതാണ്. അപ്പോൾ അത് ചുറ്റിയതിന് ശേഷം ഈ ടാങ്ക് കണക്ടർ നമ്മൾ നന്നായി ടൈറ്റ് ചെയ്യണം. എങ്കിൽ ടാങ്ക് കണക്ടർ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ലീക്ക് വരാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്താൽ കഴിയുന്നത് പൈപ്പ് റേഞ്ച് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. വാഷർ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ടാങ്ക് കണക്ടറൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കുക, നല്ല ക്ലിയറായി തന്നെ ചെയ്യുക. പിന്നെ ഉള്ളത് നമ്മൾ ഓരോ എൻഡ് ക്യാപ്പ് നല്ല പശ തേച്ചിട്ട് ഒരു ഭാഗം ആദ്യം നമ്മൾ പശ തേച്ചിട്ട് ക്ലിയറായിട്ട് എൻഡ് ക്യാപ്പിൻ്റെ ഉള്ളിൽ നന്നായി പശ തേച്ചിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. അതിന് ശേഷം നമ്മൾ ഈ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കണക്ടർ ഫിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം ഈ എൻഡ് ക്യാപ്പിൽ പശ തേക്കേണ്ടത്. അല്ലാഞ്ഞാൽ പിന്നെ അത് ഊരാൻ കഴിയില്ല, അത് ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സാധനം നിറച്ചതിന് ശേഷമായിരിക്കണം മുകളിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ എവിടെയാണ് വെക്കുന്നത് അവിടെ കൊണ്ടുപോയിട്ടായിരിക്കണം അടുത്ത എൻഡ് ക്യാപ്പ് നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ആദ്യം ഇത് ചെയ്യാം. ഇനി അതിന് നിറക്കാനുള്ള സാധനങ്ങളാണ് ഇതിപ്പോൾ നമുക്ക് അതിനുള്ളിലുള്ളത്. പിന്നെ ബേബി മെറ്റൽ, നമ്മൾ ചരലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഓട്, കരി,
ഓടിൻ്റെ പൊട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതൊക്കെ നല്ല വലയിൽ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മെറ്റൽ ഒക്കെ നമ്മുടെ വീടിൻ്റെ ഇവിടെയുള്ള സാധനങ്ങൾ തന്നെ. പിന്നെ ഇത് ചരൽ, പിന്നെ ബേബി മെറ്റൽ, പിന്നെ നമുക്ക് സാധാരണയായി ലഭിക്കുന്ന മണൽ, പുഴയിൽ നിന്ന് ലഭിക്കുന്ന മണൽ. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. 1 2 3 4 5 6 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ കഴുകണം കേട്ടോ. ഫുള്ള് നന്നായി കഴുകണം. കഴുകിയിട്ടാണ് നമ്മൾ ഇതിനുള്ളിൽ നിറക്കാൻ പോകുന്നത്. ഓട് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മെറ്റലാണ്. ഓട് അത് ഇങ്ങനെ നന്നായി ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മെറ്റലാണ് നമ്മൾ ഇടുന്നത്. ഈ മെറ്റൽ ഷെയറായിട്ട് നമ്മളതിൽ നിറക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഏകദേശം ഒരു 10-15 ഫീറ്റ് 15 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ കണ്ടിട്ടൊക്കെ മതി നമുക്ക്. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ മെറ്റലിട്ട് കഴിഞ്ഞു. അതൊന്ന് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ അടുത്ത ഇത് മെറ്റലിന് ശേഷം നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് കരി നമ്മൾ ആദ്യം തന്നെ കെട്ടിപ്പോയിരുന്നതാണ്. അപ്പോൾ കരിയാണ് ഇട്ടത്. കരിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മണലിടുക. നമ്മൾ മണലൊരു 3 കൊതുക് വലങ്ങനെ വെച്ച് കെട്ടണം. അല്ലാഞ്ഞാൽ പെട്ടെന്ന് അത് അതിൻ്റെ ഉള്ളിലൂടെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതും ക്ലിയറാക്കി നല്ല ഉഷാറായി ചെയ്യുക. ഇതൊക്കെ ഞങ്ങൾ ആ ഒരു അളവിൽ ആദ്യം കെട്ടി വെച്ചിരുന്നു. ആ കെട്ടിവെച്ച അളവാണ് നമ്മൾ പിന്നെ ഇതിലേക്ക് വെച്ചുകൊള്ളു. ഇനി അടുത്ത നമ്മളിടുന്നത് ചരലാണ്. ആദ്യമായി നമ്മളിട്ടത് പിന്നെ ഓടായിരുന്നു, ഓടിൻ്റെ പൊട്ടുകൾ. അതിനുശേഷം നമ്മൾ പിന്നെ ബേബി മെറ്റലിട്ടു. ബേബി മെറ്റലിന് ശേഷം നമ്മൾ കരിയിട്ടു. കരിക്ക് ശേഷം നമ്മൾ മണലിട്ടു. മണലിന് ശേഷം നമ്മളിട്ടത് ചരലാണ്. ചരൽ നിങ്ങൾക്കറിയാമല്ലോ, ചരലാണ് ഇട്ടത്. പിന്നെ ഇപ്പോൾ ചരലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത്, അപ്പോൾ ഈ 5 സാധനങ്ങൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ഇടുന്നത് സാധാ നമ്മളെ മെറ്റൽ, കുറച്ച് വലിപ്പമുള്ള മെറ്റൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മെറ്റൽ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ വലയിൽ കെട്ടി വെച്ചതായിരുന്നു. അവിടെ അളവുകൾ വെച്ചിട്ട് വലയിൽ കെട്ടി വെച്ചാണ്. അപ്പോൾ ആവശ്യാനുസരണം അത് കൃത്യമായി അതിൻ്റെ കണക്കനുസരിച്ച് ഇടുക. പിന്നെ നമ്മൾ മെറ്റലാണിത്. മെറ്റലിട്ടതിന് ശേഷം ഏകദേശം നമുക്കൊരു കുറഞ്ഞ പിന്നെ ഒരു 10-15 സെൻറ്റിമീറ്റർ നമുക്കവിടെ വെള്ളം നിൽക്കാനുള്ള ഒരു സംവിധാനം കൂടി വേണം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ അത് ക്ലിയർ ആയി. നമ്മളതിന് എൻഡ് ക്യാപ്പ്, മേലത്തെ എൻഡ് ക്യാപ്പ് ഇട്ടിട്ട് ആണുള്ളത്. ഇനിയിപ്പോൾ അത് നമ്മൾ പിന്നെ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എടുത്ത് കൊണ്ടുപോകണം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാകും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചിട്ട് പിന്നെ പോകാം. പിന്നെ ഫിറ്റ് ചെയ്ത കാര്യങ്ങൾ കാണാം. ഇതാണിപ്പോൾ നമ്മൾ ഫിറ്റിങ് ചെയ്തത്. ടാങ്കിൽ നിന്ന് പൈപ്പിൽ നിന്ന് നേരെ പൈപ്പ് കൊടുത്തു. ആ പൈപ്പ് നേരെ ഇതെങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ നേരെ അവിടെ വാൾവ് കൊടുത്തിട്ട് ഇങ്ങോട്ട് താഴത്തേക്കാക്കി. അല്ല, അപ്പോൾ ഇത് നമ്മൾ എന്താ വെച്ചാൽ കയറ് ആദ്യം എന്തിനാ വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ആദ്യം ഫസ്റ്റിൽ കിട്ടിയപ്പോൾ കൊടുത്തതാണ്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ക്ലാമ്പ് വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞ ദിവസമാണ് ക്ലാമ്പ് വെച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഇത് കൊടുത്തിട്ട് നമ്മളിത് ചെയ്തു. പിന്നെ അതിന് പുറമെ ഈ സാധനത്തിന് നമ്മൾ ഭയങ്കര ഹെവിയാണിത്. അപ്പോൾ അതിനൊരു സപ്പോർട്ടായിട്ട് ഇവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ അയിമരിക്കുന്ന രീതിയിൽ. പിന്നെ ഇതിൻ്റെ പൈപ്പ് ഇങ്ങനെ കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇതിൻ്റെ പൈപ്പ് ഇങ്ങനെ പോകുന്നത്, വാട്ടർ അവിടെ വന്നിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതാ ഇങ്ങനെ വെള്ളം പോകും. ഇവിടെ വാൾവുണ്ട്. ഇങ്ങനെ വെള്ളം പോയിട്ട് പിന്നെ ഈ വെള്ളം നേരെ താഴോട്ട് പോകുകയാണ് ചെയ്യാം. അതിൻ്റെ സെൻറ്ററിലൊരു വാൾവ്. ഇങ്ങനെ 4 വാൾവുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പുറമെ പിന്നെ നമ്മൾ വേസ്റ്റ് വെള്ളം വിടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു വാൾവ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആ വേസ്റ്റ് വെള്ളം ഇങ്ങനെ ഇതിലൂടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും വേസ്റ്റ് വാട്ടർ. ഇങ്ങനെ വന്നിട്ട് വേസ്റ്റ് വാട്ടർ ഈ പൈപ്പ് നമ്മൾ ആണ്ട് താഴോട്ട് കണക്ഷൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ തട്ടിൻ്റെ മുകളിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വേറൊരു സിസ്റ്റം ഒന്നുകൂടെ ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു എക്സ്ട്രാ ഒരു വാൾവ് ഇവിടെ ഉണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ 2-3 ദിവസം കൂടുമ്പോൾ നമുക്ക് വേസ്റ്റ് ബാക്ക് വാഷ് ചെയ്യണം. ബാക്ക് വാഷ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ബാക്ക് വാഷ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം അങ്ങനെയല്ല. അപ്പോൾ ബാക്ക് വാഷ് ചെയ്ത ഉടനെ തന്നെ ആ വാട്ടർ ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ പിന്നെ ഫ്രഷ് വാട്ടർ ഇട്ടിട്ട് നേരെ ഫിൽട്രേഷൻ ചെയ്തിട്ട് നമ്മൾ വിടാൻ പാടില്ല. അപ്പോൾ അത് വിടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ അത് നമ്മളെ ഇളകിയ ചളി എന്ത് ചെയ്യും തിരിച്ച്
നമ്മുടെ പൈപ്പിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സമയം ഇത് നല്ല വാട്ടർ മേലെ വിട്ടതിന് ശേഷം ആ വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാൾവ് വെച്ചിട്ട്. അപ്പോൾ അതും ഈ വേസ്റ്റ് കണക്ഷനുകളുമായിട്ട് ബാക്ക് വാഷിൻ്റെ കണക്ഷനുമായിട്ട് ചെയ്തിട്ട് അത് നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുന്ന ഒരു രീതിയാണ് പറ്റുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം എത്തിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ പണി കഴിഞ്ഞിട്ടുള്ളൂ. ക്ലാമ്പുകളൊക്കെ കൊടുത്ത് ഫിറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വെള്ളം ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഞാനിതിൻ്റെ പ്രവർത്തനം കാണിച്ചു തരാം. അപ്പോൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫിറ്റിങ്സുകൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് വെള്ളം വരുന്നു. ആ വെള്ളം ടാങ്കിൽ നിന്ന് വെള്ളം വരുന്നു. ആ വാൾവ് നമ്മൾ ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്. ആ വാൾവ് ഓപ്പണാക്കിയ ശേഷം അതിലൂടെ വെള്ളം വന്നിട്ട് ഇങ്ങനെ ഇതിലൂടെ വെള്ളം വന്ന് ഇതിലൂടെ ഫിൽറ്ററായി കയറി ഇറങ്ങിയിട്ട് വെള്ളം വരികയാണ്. ആ വന്ന വെള്ളം പിന്നീട് പോകുന്നത് ഈ പൈപ്പിലൂടെ ഇങ്ങനെ നേരെ നമ്മൾ പോയി താഴോട്ട് പോകണം. അപ്പോൾ താഴോട്ട് പോകുന്ന വെച്ചാൽ നമ്മളിവിടെ ഒരു വാൾവ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് താഴോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണിപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പൈപ്പ് എക്സ്ട്രാ വേറൊരു പൈപ്പ് കണ്ടില്ല, ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ വെള്ളം താഴോട്ട് വന്നിട്ട് അങ്ങോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ എക്സ്ട്രാ ഒരു പൈപ്പ് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വേസ്റ്റ് വാട്ടർ പോകുന്നതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇതിലൂടെ വരുന്ന ഫിൽറ്റർ വെള്ളം നമുക്ക് അവിടെ ചാടുന്നത് കാണാം. അതാണ് ഫിൽറ്റർ വെള്ളം ചാടുന്നത്. അതില്ല, ഫിൽറ്ററായി വരുന്ന വെള്ളമാണ് ആ ചാടുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിലൂടെ വരുന്നതാണ്. പിന്നെ ഇതാണ് നമ്മൾ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന് ബാക്ക് വാഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ലൈന് ഓണാക്കണം. ഇത് ഓണാക്കിയ ശേഷം ഈ ഇതിലൂടെയുള്ള വെള്ളം ഇങ്ങനെ കടന്നു വന്നിട്ട് ഇങ്ങനെ മേൽപോട്ട് പോവുകയാണ് ചെയ്യുക. അങ്ങനെ മേൽപോട്ട് പോയിട്ട് അപ്പോൾ നമ്മൾ അവിടെ ആ ലൈന് ടാങ്കിൽ നിന്ന് വരുന്ന ആ ലൈൻ അവിടെ ഓഫാക്കണം. ആ ലൈന് ഓഫാക്കിയ ശേഷം ഈ ലൈന് തുറന്നു കൊടുക്കുക. ആ ലൈന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് വാഷ് വാട്ടർ ഇങ്ങനെ ഇങ്ങോട്ട് പോകും. ഇത് ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇതിലെടുത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടു അല്ലേ. ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം എങ്ങനെയുള്ളതാണ് ഞാൻ ഒന്ന് നോക്കണം. ആദ്യം നമ്മൾ അതാണ് നോക്കുന്നത്. ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം എങ്ങനെയുള്ളതാണ് നോക്കുകയാണ് ഞാൻ. അപ്പോൾ ആ ടാങ്കിൽ നിന്ന് വരുന്ന വാൾവ് ഇപ്പോൾ ഓപ്പണാണ്. ഞാനിപ്പോൾ കാര്യം ചെയ്യാം. ഇവിടെ താഴെയുള്ള വാൾവ് ക്ലോസ് ചെയ്തിട്ട് താഴെ ലൈനിലേക്ക് പോകുന്ന വാൾവ് ക്ലോസ് ചെയ്യണമെന്നില്ല, ഞാൻ ക്ലോസ് ചെയ്യാതെ തന്നെ മേലുള്ള വാൾവ് തുറന്നിട്ട് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ കളർ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളെ വെള്ളത്തിൻ്റെ കച്ചറയുടെ കണക്കുകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെള്ളം വരുന്നത്. നമ്മുടെ ടാങ്കിലെ വെള്ളത്തിൻ്റെ കളറ് ഈ കളറാണ് നമ്മുടെ ടാങ്കിലെ വെള്ളം. ഫിൽറ്റർ ചെയ്ത വെള്ളം എങ്ങനെ വരുന്നത്, അതായത് ഞാനവിടെ മേലെ കയറിയിട്ട് ഇപ്പോൾ നമ്മൾ തുറന്നു വെച്ച വാൾവുണ്ടല്ലോ അത് പൂട്ടുക, അത് ക്ലോസ് ചെയ്യുക. ആ വാൾവ് ക്ലോസ് ചെയ്ത ശേഷം നമ്മൾ താഴെയുള്ള വാൾവ് തുറന്നെടുക്കുക. അപ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്ത വെള്ളം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ വാൾവ് തുറന്നതിന് ശേഷം നമുക്ക് വെള്ളത്തിൻ്റെ കളറ് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം കിട്ടിയ അതേമാതിരിയുള്ള വെള്ളം നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ടാങ്കിലെ വാട്ടർ ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ടാങ്കിൽ നിന്ന് വരുന്ന വാട്ടർ ഇതാണ് നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന വാട്ടർ കണ്ടില്ലേ. ഇതാണ് നമ്മളെ ഫിൽട്രേഷൻ കഴിഞ്ഞ വാട്ടർ നമ്മൾ നേരത്തെ കാണിച്ചു തന്നു. കറക്റ്റായിട്ട് ഒന്നുകൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിച്ചിരുന്നു മാത്രമാണ്. ഇതാണ് ഫിൽട്രേഷൻ ചെയ്യുന്ന വാട്ടർ. അല്ലല്ലോ, രണ്ടും കൂടുതൽ വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെയുണ്ട്. ഇതാണ് ഫിൽറ്റർ ചെയ്ത വാട്ടർ. ഇത് നമുക്ക് കുടിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഫിൽറ്റർ ചെയ്ത വാട്ടറും രണ്ടും നമുക്ക് കാണാം. ഓക്കെ, പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ കണ്ടു. അപ്പോൾ ഇനി ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട്, ഒരു വീക്ക് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ട് ഇതിൻ്റെ ബാക്ക് വാഷ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് എന്താണ് നമ്മുടെ വീടുകളിൽ ഇതിൻ്റെ ഇഫക്റ്റ് ഉണ്ടായത് എന്നുള്ളതൊരു വീഡിയോ ഞാൻ ചെയ്യും.
തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരാഴ്ച നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ചാനൽ, അതുപോലെ തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും മറുപടി തരും. അപ്പോൾ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.